കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? ആദ്യം 1 കിലോ ബീഫ്, പിന്നെ ബാക്കി അതിന് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം ഒരു വലിയ കുക്കർ എടുക്കുക. ആ കുക്കറിലേക്ക് 1 കിലോ നമ്മുടെ കഴുകിയ ബീഫ്, പിന്നെ സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ശേഷം നമ്മുടെ ചതച്ച് വെച്ച ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇതെല്ലാം ഇങ്ങനൊരു കണക്കിനാണ് ഇടുന്നത്. ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ, ശേഷം ഇതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇടണം. അത് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, 1 കപ്പ് വെള്ളം ഒഴിച്ച് വേണം മാരിനേറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മളിതിനെ അടച്ചു വെച്ച് ഒരു 5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കാൻ വയ്ക്കുക. അത് ഓരോ കുക്കറിൻ്റെയും വേവ് അനുസരിച്ചിരിക്കും വിസിലിൻ്റെ കണക്ക്. ശേഷം അടുത്തൊരു പോട്ടിൽ നമ്മൾ വെള്ളം ചൂടാക്കി അതിലേക്ക് കപ്പ വേവിക്കാൻ വയ്ക്കുക. കപ്പയും ഇതും ഒരു ടൈം എടുക്കും, ഒരു 4-5 മിനിറ്റ് എടുക്കും വെന്ത ശേഷം. ഇത് രണ്ടിനെയും നമുക്ക് യോജിപ്പിക്കണം. ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അവസാനം ചേർക്കാനാണ്. അതിനെ ഞാൻ റോസ്റ്റ് ചെയ്ത് ഇത് മാറ്റി വെച്ചു. ശേഷം ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് അതിൽ കടുക് പൊട്ടിച്ചു, കുറച്ച് പെരുംജീരകം ഇടുന്നു. അതിലേക്ക് പിന്നെ നമ്മുടെ ഒരു 4 റെഡ് ചില്ലി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അതിനകത്തിട്ടു. പിന്നെ ബാക്കി വന്ന കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിലൊത്തേക്ക് ഇട്ടു. കുറച്ച് ഞാൻ ഇളക്കി അത് റോസ്റ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ബാക്കി വെച്ചേക്കുന്ന നമ്മുടെ സവാള മൊത്തമായി ആഡ് ചെയ്തു. അത് നന്നായിട്ട് ഇളക്കി, അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ശേഷം അതിലേക്ക് നമ്മുടെ വെന്ത ബീഫ് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇതിനകത്തൊഴിച്ച് ഇതിനെ ഒന്നിച്ച് നമുക്ക് ഇളക്കുക. ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരരുത്, കാരണം നമ്മൾ അതിലത്ത് ആൾറെഡി നമ്മൾ മസാല ഇട്ടല്ലോ. അതുകൊണ്ട് വേറെ മസാല എക്സ്ട്രാ ഞാൻ ഇതിലോട്ട് ഇടുന്നില്ല. അപ്പോൾ ഇതിനെ ഒരുമിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയ ശേഷം അടുത്ത് നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വേവിച്ച കപ്പ അത് മാറ്റിയെടുത്ത് അതും ഇതിനകത്തോട്ടിട്ട് ഒരുമിച്ചിട്ട് ഇളക്കാൻ നോക്കുക. ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ സ്റ്റീലിൻ്റെ സ്പൂണൊന്നും ഉപയോഗിക്കരുത്. അത് നോൺ സ്റ്റിക്ക് പാനിനകത്ത് ഞാൻ അറിയാതിട്ടതാണ്, കൊണ്ട് തന്നെ മാറ്റി. നമ്മൾ പരമാവധി സ്റ്റിക്ക് കൊണ്ടുള്ള തന്നെ ഉപയോഗിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിനകത്ത് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പിന്നെ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് നമുക്കതിൻ്റെ രണ്ടിനെയും യോജിപ്പിച്ചെടുക്കുക. അതാണ് ഇത്, ഈ സ്റ്റിറിങ്ങിലാണ് മെയിനായിട്ട് ഇരിക്കുന്നത്. ശേഷം ലാസ്റ്റ് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത ആ കോക്കനട്ടില്ലേ അത് ഇതിനകത്തോട്ട് ഇടുക. ഇത് നല്ല ടേസ്റ്റാണ്. ഈ കോക്കനട്ട് ഇടുന്നത്